أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم. تنزيل الكتاب من الله العزيز الحكيم. إن في السماوات والأرض لآيات للمؤمنين وفي خلقكم وما يبث من دابة آيات لقوم يوقنون. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 45-ാം അധ്യായം സൂറത്തുൽ ജാസിയയുടെ പഠനം നാം തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ആദ്യത്തെ 4 ആയത്തുകൾ ചർച്ച ചെയ്യാം. ഹാമീം എന്ന 2 കേവല അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഹാ മീം എന്ന 2 അക്ഷരങ്ങൾ. ഖുർആനിൽ 29 സൂറത്തുകൾ ഇങ്ങനെ കേവല അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മുഴുവൻ ഇതുപോലുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് അള്ളാഹു അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് പരിചയമുള്ള അക്ഷരങ്ങളാണിവ. നിങ്ങൾക്ക് അറിയുന്ന അക്ഷരങ്ങൾ കൊണ്ടുള്ള അത്ഭുതമാണ് ഖുർആൻ. അതിനാൽ സാധ്യമാകുമെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒരു വേദഗ്രന്ഥത്തെ കൊണ്ടുവരൂ എന്ന വെല്ലുവിളിയാണ് ഈ അക്ഷരങ്ങളിൽ ഉള്ളത്. 14 അക്ഷരങ്ങൾ ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ 29 സൂറത്തുകളുടെ തുടക്കത്തിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഖുർആനെ പോലെ ഒന്ന് നിങ്ങൾ അവതരിപ്പിക്കൂ, കൊണ്ടുവരൂ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി സൂറത്തുൽ ബഖറയിൽ ഉൾപ്പെടെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലി, ഇതുപോലെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ. ബഖറയിലെ 23-ാമത്തെ ആയത്ത്. വദുഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാ, അള്ളാഹുവെ കൂടാതെ ആരെയും നിങ്ങൾക്ക് കൂടെ കൂട്ടാം എന്നും അള്ളാഹു പറയുന്നുണ്ട്. 2-ാമത്തെ സൂക്തം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം എന്നാണ്. അള്ളാഹുവാണ് അൽ കിതാബിനെ അവതരിപ്പിച്ചത്. തൻസീലുൽ കിതാബ്, അൽ കിതാബിൻ്റെ അവതരണം മിനല്ലാ, അള്ളാഹുവിൽ നിന്നാണ്. അൽ കിതാബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. തൻസീലുൽ കിതാബ് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിലെ 5 ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. സൂറത്തു സജദയിലുണ്ട്, സൂറത്തു സുമറിലുണ്ട്, സൂറത്തുൽ ഗാഫിറിലുണ്ട്, ഈ സൂറത്തിലുണ്ട്, സൂറത്തുൽ അഹ്കാഫിലുണ്ട്. എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിലാണ് വേദഗ്രന്ഥത്തിൻ്റെ അവതരണം എന്ന പ്രയോഗം വന്നിട്ടുള്ളത്. അള്ളാഹുവിൽ നിന്നാണ് ഈ വേദഗ്രന്ഥം എന്നതോടൊപ്പം അള്ളാഹു അസീസും ഹക്കീമുമാണ് എന്നാണ് 2-ാം സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. അസീസ് എന്നാൽ പ്രതാപവാനാണ്, അജയ്യനാണ്. 62 തവണ വിശുദ്ധ ഖുർആനിൽ ഈ പദം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങളിൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ പദം അള്ളാഹുവിൻ്റെ തികഞ്ഞ അധികാര ആധിപത്യത്തെ സൂചിപ്പിക്കുന്നു. സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രപഞ്ചത്തെ അടക്കി വാഴുന്ന അധിപതിയാണ് അള്ളാഹു. ആർക്കും അള്ളാഹുവെ തോൽപ്പിക്കാനാവില്ല, ആർക്കും അള്ളാഹുവെ അതിജയിക്കാനാവില്ല. തുല്യതയില്ലാത്ത അധികാരത്തിൻ്റെ ഉടമയാണ്, ശക്തനാണ് അള്ളാഹു അഥവാ അസീസാണ്. അതോടൊപ്പം അള്ളാഹു ഹക്കീമാണ്, അഗാധജ്ഞനാണ്, യുക്തിമാനാണ്. എല്ലാ പ്രവർത്തനങ്ങളും ഉദ്ദേശപൂർവം, യുക്തിപൂർവം, പക്വമായി ചെയ്യുന്നവനാണ് അള്ളാഹു. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യുക്തിയുടെയും അപാരജ്ഞാനത്തിൻ്റെയും പ്രകടമായി കാണുന്ന തെളിവുകളിലൊന്നായാണ് വിശുദ്ധ ഖുർആനെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. തൻ്റെ പ്രവൃത്തികളിൽ യുക്തിരഹിതമായോ അടിമകളുടെ പൊതുനന്മക്ക്
വിരുദ്ധമായോ ഒന്നും പ്രവർത്തിക്കാത്തവനുമാണ് അള്ളാഹു. ആ അർത്ഥത്തിൽ അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു അസീസാണ്. മൂന്നാമത്തെ സൂക്തത്തിൽ ഇന്ന ഫിസ് സമാവാതി വൽ അർളി ല ആയാത്തിൽ ലിൽ മുഅ്മിനീൻ, സമാവാത്തിൽ ആകാശങ്ങളിൽ, അർളിൽ ഭൂമിയിൽ, ല ആയാത്തിൻ ദൃഷ്ടാന്തങ്ങളുണ്ട്, ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് എന്നാണ് പറയുന്നത്. ആകാശങ്ങളെയും ഭൂമിയെയും ചേർത്ത് സമാവാത്ത് വൽ അർളി എന്ന പ്രയോഗം 133 തവണ ഖുർആനിലുണ്ട്. അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ, ഏകത്വത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ആകാശങ്ങളും ഭൂമിയും. ഇന്ന തീർച്ചയായും എന്ന ഉറപ്പിക്കൽ പ്രയോഗം അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നിഷേധിച്ചവർക്കുള്ള വളരെ ശക്തമായ മറുപടിയാണ്. ആകാശങ്ങളും ഭൂമിയും ആയത്തുകളാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ആയത്തെന്നാൽ തെളിവാണ്, ആയാത്ത് എന്നാൽ തെളിവുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. ഈ രണ്ട് പദങ്ങളും കൂടി വിശുദ്ധ ഖുർആനിൽ 400ഓളം തവണ ആവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ, ഏകത്വത്തിൻ്റെ, ശക്തിയുടെ എല്ലാറ്റിൻ്റെയും തെളിവായി ധാരാളം ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്നർത്ഥം. സൃഷ്ടിപ്പിൽ ഉള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അവൻ്റെ കഴിവിനെ കണ്ടെത്താൻ അള്ളാഹു മനുഷ്യനെ ക്ഷണിക്കുകയാണ്. ആകാശഭൂമികളിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതിലുള്ള സൃഷ്ടിജാലങ്ങളിലേക്ക്, മൃഗങ്ങളിലേക്ക്, പക്ഷികളിലേക്ക്, ഉരകങ്ങളിലേക്ക്, പ്രാണികളിലേക്ക്, മലകളിലേക്ക്, കടലുകളിലേക്ക്, കായലുകളിലേക്ക്, പുഴകളിലേക്ക്, തോടുകളിലേക്ക്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സൃഷ്ടിജാലങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വം കാണാൻ നിങ്ങൾ നോക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ഭൂമിയിൽ ഒന്നും സ്വയം ഉണ്ടാകുന്നില്ല. എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അതിന് നിർമ്മാതാവ്, അത് ഉണ്ടാക്കിയ ആൾ ഉണ്ടായേ തീരൂ. ചെറിയ ചിത്രത്തിനും വലിയ ചിത്രത്തിനും ഒരു ചിത്രകാരൻ അനിവാര്യമാണല്ലോ. ചെറിയ ശില്പത്തിനും വലിയ ശില്പത്തിനും ശില്പി നിർബന്ധമാണല്ലോ. അത്ഭുതകരമായ ഗോളങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ചൂടുള്ളവയുണ്ട്, തണുപ്പുള്ളവയുണ്ട്, ഗാഠതയുള്ളവയുണ്ട്, ഇല്ലാത്തവയുണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്, വേഗത കൂടിയവയുണ്ട്, കുറഞ്ഞവയുണ്ട്, വെളുത്തതുണ്ട്, ചുവന്നതുണ്ട്, മഞ്ഞ നിറത്തിലുള്ളതുണ്ട്, വൻ പ്രകാശം തരുന്നതുണ്ട്, തരാത്തതുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളോട് കൂടിയ എല്ലാ ഗോളങ്ങളെയും അതിൻ്റെ പ്രത്യേകതകളോടെ ഓരോന്നിനെയും നിർമ്മിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു മാത്രമാണ്. ഈ സൃഷ്ടിജാലങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ ഏകത്വത്തിനും ശക്തിക്കും തെളിവാണ്. അതിമനോഹരമായൊരു ചിത്രം ആര് കണ്ടാലും അതിൻ്റെ പിന്നിലെ ചിത്രകാരനെ, വരച്ച വ്യക്തിയെ നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും ഏറ്റവും മികച്ച ചിത്രകാരനാണ് ഈ ചിത്രത്തിൻ്റെ പിന്നിലുള്ളത് എന്ന് ഉറപ്പിക്കാൻ ഒരു ബുദ്ധിമാന് കഴിയും. അതിമനോഹരമായ ഒരു ബിൽഡിംഗ് കണ്ടാൽ അതിൻ്റെ പിന്നിലെ നിർമ്മാതാക്കളെയും മനസ്സിലാവും. കണ്ടില്ലെങ്കിലും പ്രപഞ്ചമാകുന്ന മനോഹരമായ ചിത്രം അത് കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ അള്ളാഹുവെ കണ്ടെത്താൻ, നിർമ്മാതാവിനെ കണ്ടെത്താൻ ബുദ്ധിയുള്ളവർക്ക് കഴിയണം. ഗംഭീരമായ ഈ സൃഷ്ടിപ്പ്, അന്യൂനമായ ഈ സൃഷ്ടിപ്പ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മനോഹരമായ സൃഷ്ടിപ്പ്, അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള തികവ്, പൂർണ്ണത, ഇതെല്ലാം കാണുന്ന ഒരു വ്യക്തി ആയാത്ത്, അത് ദൃഷ്ടാന്തങ്ങളായി, തെളിവുകളായി, അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴികളായാണ് ആ വ്യക്തി ഉപയോഗിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരും ഇതിൻ്റെ പിന്നിലില്ല. അവന് മാത്രമേ ആരാധന അർപ്പിക്കാവൂ. ഈ പ്രപഞ്ചം പ്രകാശിപ്പിക്കുന്ന, ഈ പ്രപഞ്ചം നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുന്ന മനോഹരമായ പരസ്പര രഞ്ജിപ്പുണ്ട്, പരസ്പര യോജിപ്പുണ്ട്, സഹജമായ പൊരുത്തമുണ്ട്. ഇവ അല്ലാഹുവിൻ്റെ അപാരമായ കഴിവിൻ്റെയും അവൻ്റെ ഏകത്വത്തിൻ്റെയും ശക്തിയുടെയും പകരം വെക്കാനില്ലാത്ത യുക്തിയുടെയും ഉന്നതമായ നിദർശനങ്ങളാണ്. അത് അങ്ങനെ ആകുന്നത് വിശ്വാസികൾക്ക് മാത്രമാണ്, അങ്ങനെ കാണാൻ കഴിയുന്നവർക്ക് മാത്രമാണ്. ഒന്നിൽ നിന്നും തെളിവ് കണ്ടെത്തി അതിലൂടെ അതിൻ്റെ പിന്നിലെ ശക്തിയെ കണ്ടെത്താൻ കഴിയുക എന്നത് നല്ല ബുദ്ധിയും നല്ല ചിന്തയും ആവശ്യപ്പെടുന്ന ഒന്നാണ്. സത്യത്തിൽ വിശ്വസിക്കണമെന്നും അതിൻ്റെ വഴിയിൽ പ്രവേശിക്കണമെന്നും തീരുമാനിക്കുന്നവർക്ക് മാത്രമാണ് ഇത് ആയത്തുകളാവുക. കണ്ണുള്ളവനെ പൂവിൻ്റെ സൗന്ദര്യം കാണാനാവൂ. അന്ധന് പൂവില്ല, പൂവിതളില്ല, പൂവിൻ്റെ സൗന്ദര്യമില്ല, നിറവൈവിധ്യമില്ല. ഇതുപോലെ
അള്ളാഹു പ്രപഞ്ചത്തിൽ കാണിച്ചു തരുന്ന ആയത്തുകൾക്ക് നേരെ അന്ധത നടിക്കുന്നവർക്ക്, കണ്ണ് തുറക്കാത്തവർക്ക് ഒന്നും കാണാൻ കഴിയില്ല. അന്ധൻ്റെ മുന്നിലെ പൂ പോലെയാകും. ആകാശങ്ങളിലെയും ഭൂമിയിലെയും സൃഷ്ടിപ്പിലൂടെ അള്ളാഹുവെ കണ്ടെത്താൻ, അവൻ്റെ ആയത്തുകളെ കണ്ടെത്താൻ പറഞ്ഞ ശേഷം 4-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് വഫീ ഖൽഖിക്കും, നിങ്ങളുടെ തന്നെ സൃഷ്ടിപ്പിലും, വമാ യബുസ്സു, അവൻ പരത്തിയ, അവൻ ഭൂമിയിൽ വ്യാപിപ്പിച്ച, മിൻ ദാബത്തിൻ, എല്ലാ ജീവികളിലും, ആയാത്തുൻ, തെളിവുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, ലി ഖൗമിൻ, ജനതക്ക്, യൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുന്ന, ഉറപ്പോടെ വിശ്വസിക്കുന്ന ജനതക്ക് ധാരാളം ആയത്തുകളുണ്ട് എന്നാണ്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാറ്റിനെയുമാണ് ദാബത്ത് എന്ന് പറയുക. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെയാണ് ആദ്യം ഈ സൂക്തം പറയുന്നത്. അള്ളാഹുവെ ബോധ്യപ്പെട്ട് അവൻ്റെ ഏകത്വത്തെ അംഗീകരിക്കാനും അവൻ്റെ കഴിവിനെ ബോധ്യപ്പെടാനും വിശാലമായ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്നതിന് മുമ്പ് സ്വന്തത്തിലേക്കൊന്ന് നോക്കൂ, സ്വന്തം സൃഷ്ടിപ്പിലേക്കൊന്ന് നോക്കൂ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അള്ളാഹുൽ വിശ്വസിക്കാൻ കഴിയും. പാരമ്പര്യത്തിൻ്റെയും ഏതോ അന്ധമായ അനുകരണത്തിൻ്റെയും പേരിലല്ല നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കേണ്ടത്. ചിന്തിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് തെളിവുകളിലൂടെ നിങ്ങൾ അള്ളാഹുവെ വിശ്വസിക്കണം. അതിന് നിങ്ങൾ പുറത്തെങ്ങും പോകേണ്ട, നിങ്ങളിലേക്ക് നോക്കുക. ഒരു നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഭ്രൂണമായി പിന്നീട് വ്യത്യസ്ത അവസ്ഥകളിലൂടെ സമ്പൂർണ്ണ മനുഷ്യനായി അള്ളാഹു നിങ്ങളെ പടച്ചിരിക്കുന്നു. നിസ്സാരതയിൽ നിന്ന്, നിസ്സഹായതയിൽ നിന്ന്, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന്, പരാശ്രയത്വത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ആരോഗ്യത്തിലേക്കും കരുത്തിലേക്കും ശക്തിയിലേക്കും ബുദ്ധിയിലേക്കും ശേഷിയിലേക്കുമൊക്കെ നിങ്ങളെ എത്തിച്ചത് ഏകനായ അള്ളാഹുവിൻ്റെ വലിയ കഴിവാണ്. ഇത് മനുഷ്യരുടെ കഴിവായിരുന്നുവെങ്കിൽ ഇത്ര അന്യൂന്യമായ ലക്ഷണമൊത്ത സൃഷ്ടി ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. പരലോകമുണ്ട് എന്നതിനും മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് കൃത്യമായ തെളിവാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചുറ്റിലുമുള്ള എണ്ണമറ്റ വസ്തുക്കൾ അത് മനുഷ്യന് അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ അധ്യായത്തിൽ തന്നെ വരുന്നുണ്ട്. അവയെ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ 2 വഴികൾ, നന്മയും തിന്മയും, വഹദൈനാഹുൻ നജ്ദൈൻ, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേത് വേണം എന്ന് തീരുമാനിക്കാനുള്ള തീരുമാന സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ധാർമ്മിക ബോധം മനുഷ്യന് നൽകിയിട്ടുണ്ട്. പ്രതിഫല ചിന്ത മനുഷ്യന് നൽകിയിട്ടുണ്ട്. നല്ലതിന് നല്ല പ്രതിഫലം വേണമെന്നും മോശമായതിന് ശിക്ഷ വേണമെന്നും മനുഷ്യൻ്റെ പ്രകൃതി താല്പര്യപ്പെടുന്നുണ്ട്. ഈ താല്പര്യത്തിൻ്റെ ആത്യന്തിക ഫലമാണ്, ശരിയായ റിസൾട്ടാണ് പരലോകമെന്നത്. അതിനാൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പരലോകത്തെയും തേടിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്ന സകല ജീവികളിലും, വമാ യബുസ്സു മിൻ ദാബത്തിൻ, എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ കൃത്യമായ ദൃഢബോധ്യമുണ്ടാകുന്ന ആയത്തുകൾ ഉണ്ട് എന്നാണ് ഈ സൂക്തം, 4-ാമത്തെ സൂക്തം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. ഇവിടെ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളെ അറിഞ്ഞ് കണ്ട് അനുഭവിച്ച് അവയെക്കുറിച്ച് ചിന്തിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിലേക്കെത്താൻ ആ തെളിവുകൾ തന്നെ ധാരാളമാണ്. അള്ളാഹുവിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന മികച്ച ദൃഷ്ടാന്തങ്ങളാണ് ഭൂമിയിലെ സൂക്ഷ്മജീവികൾ മുതൽ വലിയ വലിയ ജീവികൾ വരെ. അവയിലെല്ലാം സ്രഷ്ടാവിൻ്റെ മഹത്വം കാണാം, കഴിവ് കാണാം. ചിന്തിക്കുന്ന മനുഷ്യന് അതെല്ലാം കൃത്യമായി ബോധ്യപ്പെടും. ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അതത് ഭാഗങ്ങൾക്ക് യോജിച്ച ജീവജാലങ്ങളെ, സസ്യലതാദികളെ അള്ളാഹു സംവിധാനിച്ചു. ചൂടേറിയ പ്രദേശങ്ങൾക്ക്, വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശങ്ങൾക്ക്, തണുപ്പേറിയ പ്രദേശങ്ങൾക്ക്, അവയ്ക്കെല്ലാം പറ്റിയ സസ്യങ്ങൾ, അവയ്ക്കെല്ലാം യോജ്യമായ ജീവികൾ, അവയ്ക്കെല്ലാം എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അങ്ങനെ പ്രദേശങ്ങൾക്ക്, കാലാവസ്ഥയ്ക്ക് എല്ലാം അനുസരിച്ച, എല്ലാം സംവിധാനിച്ച അള്ളാഹുവിൻ്റെ കഴിവ് ആ സംവിധാനങ്ങളിലൂടെ മാത്രം കണ്ടെത്താൻ കഴിയും. ആകാശഭൂമികളിലേക്ക് ശരിയാംവിധം നോക്കുമ്പോൾ ഒരു വ്യക്തി വിശ്വാസിയായി മാറും, അവൻ മുഅ്മിനായി മാറും. സ്വന്തത്തിലേക്ക് കൃത്യമായി അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവനവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ചും അവനൊന്ന് ചിന്തിച്ചാൽ അവൻ്റെ ആ വിശ്വാസം കൂടുതൽ
ദൃഢമാകും, ശക്തിമത്താകും. അങ്ങനെ അവൻ്റെ ഈമാൻ യഖീനായി മാറും, മുഅ്മിൻ മൂക്കിനായി മാറും. യുഅ്മിനൂൻ എന്നതിൽ നിന്നും യൂഖിനൂൻ എന്നതിലേക്ക്, വിശ്വസിക്കുന്നു എന്നതിൽ നിന്നും ദൃഢമായ വിശ്വാസത്തിലേക്ക് അവൻ എത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂക്തം അവസാനിക്കുന്നത്. അള്ളാഹുവെക്കുറിച്ച് ചിന്തിക്കാൻ, അവൻ്റെ സൃഷ്ടിജാലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഈ സൂക്തങ്ങളെ നന്നായി പഠിക്കാനും നമ്മുടെ ചിന്തയെ ഇവ തൊട്ടുണർത്താനും സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ.